ഗൈസ്, വെൽക്കം ബാക്ക് ടു പിക്കി കപ്പിൾസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയായിട്ട് നമ്മുടെ വീട്ടിലാണുള്ളത്, കഴിമ്പറത്താണുള്ളത്. അപ്പോൾ ഉച്ച സമയമായപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എവിടേക്കെങ്കിലും ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. കാരണം ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇവരെയും കൊണ്ട് എവിടെയെങ്കിലും ഒരു കറക്കം, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പുറത്ത് പോയിട്ട് ഒരു അറ്റ്ലീസ്റ്റ് ഒരു ദോശയോ അല്ലെങ്കിൽ ചായയോ കുടിക്കാൻ എനിക്കൊരു ആഗ്രഹമാണ് ഇപ്പോൾ വന്നിട്ടുണ്ടെങ്കിലും. അപ്പോൾ ഇപ്രാവശ്യം വിചാരിച്ചു മാമയുടെ വീട്ടിലേക്ക് പോയിട്ട് ഒരുപാട് നാളായിട്ടുണ്ട്. അപ്പോൾ മാമയുടെ വീട്ടിലേക്ക് ഒന്ന് പോവാം. അതുവഴി നമുക്ക് ശ്രീമൂനെയും കൊണ്ടുപോകാം. ഈ ശ്രീമു ഒരു സ്ഥലത്തേക്ക് വരാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ വയ്യാന്ന് പറയുള്ളൂ. മാമരോടേക്ക് ആയാലും എന്തായാലും ശ്രീമു വന്നിട്ടുണ്ടാവും ഗൈസ്. അപ്പോൾ എന്തായാലും ഫുഡ് റെഡിയൊക്കെ കഴിഞ്ഞിട്ട് ചെക്കന്മാരൊക്കെ റെഡി ആക്കട്ടെ, എന്നിട്ട് നമുക്ക് നേരെ മാമ വീട്ടിൽ പോവാം. എവിടെ അതിനു അച്ഛനമ്മൻ്റെ ഷൂ കാണിച്ചെന്ന് വെച്ചെങ്കിൽ എവിടെ പുതിയ ഷൂ എവിടെ എവിടെ ഇഷ്ടമായ അച്ഛനമ്മനി ഇവിടെ നോക്ക്. അച്ഛക്കൊരു ഹായ് തരുമോ? ബായ് പറഞ്ഞേ. നിധിന്ന് വിളിച്ചേ. എവിടെ പോണേ അതിനെന്തുട്ടാ കാണിക്കണേ? എന്തുട്ടാ കാണിക്കണത് അച്ഛനമ്മൻ? അത് ശ്രീമുന്റെ ചെരുപ്പല്ലേ, അതവിടെ വെക്ക്. ഇങ്ങോട്ട് വാ. അച്ഛനമ്മൻ്റെ ഷൂ കാണിച്ചെന്താ വെച്ചേക്ക്. അയിനോ രണ്ടുപേരെയും റെഡിയാക്കി സുന്ദര കുട്ടപ്പന്മാരാക്കി നിർത്തിയിട്ടാ. നമ്മുടെ ഐനൂസിന്റെ പുതിയ ഷൂ ആണ്. അപ്പം അത് പവർ കാണിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ അമ്മാമ്മയും പോരാന്ന് സമ്മതിച്ചിട്ടുണ്ട്. അമ്മാമ്മ ഈ പറഞ്ഞ പോലെ പുറത്തേക്ക് ഇറങ്ങിയില്ല. ഞങ്ങൾ വന്ന് ഇങ്ങനെ കുത്തി എന്താ പറയുക ബാക്കിൽ നിന്ന് ഇങ്ങനെ തള്ളിയിട്ട് വേണം ഒന്ന് കൂടെ വരാനായിട്ട്. അപ്പം ഇന്ന് മേമരോടേക്ക് പോകുമെന്ന് പറഞ്ഞപ്പോൾ എന്തായാലും വരുന്ന ആഗ്രഹമുണ്ട്. കാരണം ഒരുപാട് നാളായി മേമരോടൊക്കെ ഒന്ന് അമ്മാമ്മ പോയിട്ടിട്ടാ. മാം ഇങ്ങോട്ട് വരുമെങ്കിലും അങ്ങോട്ട് പോയിട്ട് ഒരുപാട് നാളായി. അപ്പം എന്തായാലും സമ്മതിച്ചിട്ടുണ്ട്. പറ്റില്ലേ? ഒന്ന് ഹെൽപ്പ് ചെയ്യോ എനിക്ക് അമ്മാമനെ? അതല്ല ഇങ്ങോട്ട് ഇറങ്ങുക. എന്നിട്ട് ഞാൻ പറഞ്ഞതാ. ഇപ്പൊ അതൊക്കെ സൈഡ് തിരിഞ്ഞിട്ട് ഇത് ഇരുന്നായി തന്നെ കാലായിട്ട് വെക്കുന്നത്. നമ്മൾ സൈഡിലേക്ക് ഇരുന്നിട്ട് കുറേ നേരത്തെ ട്രെയിനിങ്ങിന് ശേഷം അങ്ങനെ അമ്മാമ്മനെ കാറിലേക്ക് കയറ്റിട്ട. കാരണം കാലെടുത്ത് പൊക്കി വെക്കാൻ പറ്റാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് കയറാനായിട്ട്. അങ്ങനെ എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി കാറിൽ കയറി പോവുകയും വേണ്ടു. നമ്മളൊരു 4:30 ആകുമ്പോൾ ഇറങ്ങാൻ വിചാരിച്ചിട്ട് ഇപ്പം സമയം 5:10 അതങ്ങനെയാണല്ലോ ഗൈസ്, നമ്മൾ കൃത്യസമയത്തേക്ക് ഇറങ്ങില്ലല്ലോ. പിന്നെന്താ എനിക്ക് പറയാനുള്ളത്, അപ്പം ഞങ്ങൾ വരുമ്പോഴാട്ടെ അമ്മയായാലും അമ്മമ്മയായാലും ഒന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. അമ്മ ജോലിക്ക് വരാമെന്നുള്ളൊരു സംഭവം മാത്രമേ ഉള്ളൂ. അപ്പം ഞാനിടയ്ക്ക് വരുമ്പോൾ ഇതേപോലെ അറ്റ്ലീസ്റ്റ് ഒന്ന് ഫുഡ് കഴിക്കാനെങ്കിലും പുറത്തേക്ക് കൊണ്ടും. അതെനിക്ക് നിർബന്ധമാണ്. അമ്മാമ്മേനെ ആയാലും ഞാൻ ഒരുപാട് വിളിക്കും പുറത്തേക്ക് പോകാനായിട്ട് ഫുഡ് കഴിക്കാൻ. പക്ഷെ അമ്മമ്മയ്ക്ക് അതിലൊന്നും താല്പര്യമില്ല. ഇപ്പം മാമരോടേക്ക് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ചാടി കയറി വന്നതാട്ടാ. അപ്പം എന്തായാലും നമുക്ക് പോവാം. അപ്പം മാമയുടെ വീട് വരുന്നത് പൊക്കളങ്ങരയാണ്. അപ്പം കുറച്ച് പോവാനുണ്ട് അങ്ങോട്ടേക്ക്. അല്ലു ചേട്ടന് ഏത് കാറിൽ കയറിയിട്ടുണ്ടെങ്കിലും ഫ്രണ്ടിൽ തന്നെ ഇരിക്കണ്ട. അത് എൻ്റെ മടിയിൽ ഇരിക്കണം എന്നൊന്നുമില്ല. ആരായാലും ഫ്രണ്ടിലിരിക്കുന്ന ആരുടെ മടിയിലായാലും കയറി ഇരുന്നോളും. അപ്പോൾ അതേ ഗൈസ് നമ്മൾ വണ്ടി തിരിച്ചിട്ടുണ്ട്. അപ്പം മാമരോടെ പോയിട്ട് വരുന്ന വഴിക്ക് വലിയ മാമൻ്റോടെ എൻ്റെ മാമൻ്റോടെയും കയറണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ വാടാനപ്പള്ളി എത്തിയപ്പോൾ ഞങ്ങൾ നേതാജി എന്നുള്ള ബേക്കറി കയറിയിട്ടുണ്ട്. നമ്മൾ മാമരോടേക്ക് അല്ലെങ്കിൽ വലിയ മാമൻ്റെക്കൊക്കെ പോകുമ്പോൾ ഇവിടെ നിന്നാണ് ബേക്കറി ഐറ്റംസ് ഒക്കെ വാങ്ങാം. ഇവിടെ നല്ല ഫ്രഷ് ഐറ്റംസ് ആണ്. പ്രൊമോഷനൊന്നല്ല, പേഴ്സണലി തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് പറഞ്ഞതാണ്. അപ്പോൾ കുറച്ച് ബേക്കറി ഐറ്റംസ് വാങ്ങിച്ചു. പിന്നെ നമ്മളിപ്പോൾ ചായയുടെ നേരത്തേക്കാണല്ലോ പോണത്. പിന്നെ എന്തെങ്കിലും ഇപ്പോൾ പപ്സോ കട്ട്ലേറ്റോ പരിപ്പൊടിയൊക്കെ വാങ്ങിക്കണം. പിന്നെ പാപ്പന് മധുരമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ലഡു അങ്ങനെ വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ലഡും ജിലേബിയൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നോക്കട്ടെ. ഇവർക്കും 2 വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇത് ഇതെടുത്തോ, 5 എടുത്തോ. ഏത് വേണ്ടത്? അല്ലുനെ ഏതാ വേണ്ടേ? അല്ലൂര് വാങ്ങിച്ചു തന്നിട്ട് ഏതല്ലുള്ളത്? ഏത് ജിലേബി മതി. എന്നാ 5 ജിലേബി മേടിച്ചോളാം. 5 ജിലേബി എടുത്തോട്ടോ. അല്ലുക്കുട്ടനാണെങ്കിൽ 2 ജിലേബി വാങ്ങിച്ച് കയ്യിൽ വെച്ചിട്ടുണ്ട്. നൈനൂസിന് കൊടുക്കുമെന്ന് ഡൗട്ടാട്ടോ. അപ്പോൾ ഇത് ഞാൻ ശ്രീമോന് വാങ്ങിച്ചാണ്. ഫൈബറിൻ്റെ ഒരു ഷുഗറിൻ്റെ ഒക്കെ ആൾക്കാർ കഴിക്കുന്ന ഒരു ബിസ്ക്കറ്റ്. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ഞാൻ അമ്മയ്ക്ക് വേണ്ടി വാങ്ങിച്ചു. മാമയ്ക്ക് വേണ്ടിയിട്ട് ഇതെന്തുട്ടാ ഗുഡ് ഡേര് മംസ് മാജിക് ഗുഡ് ഡേര് ഒരു സംഭവം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് പിന്നെ ഇത് ഞാൻ പറഞ്ഞ പോലെ പരിപ്പോടെയും 5 പരിപ്പോടെയും 5 കട്ട്ലേറ്റ് എടുത്തു. ചെല്ലുമ്പോൾ പാപ്പനായാലും പണി കഴിഞ്ഞ് വന്നിരിക്കുന്ന സമയമായിരിക്കും. കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷ്ണും അവനും എത്ര സമയമായിരിക്കും. അപ്പോൾ എന്തായാലും അതും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ചെറുതായിട്ടൊന്ന്
വഴി തെറ്റി. വേറെ ഒന്നല്ല, ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ റോഡ് പണി ഇത്രയും പുരോഗമിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് ആ സ്ഥലം പിന്നെയും മനസ്സിലായിരുന്നു. ഇപ്പോൾ ഈ സ്ഥലം ഒട്ടും മനസ്സിലാവില്ല. അപ്പോൾ ഞങ്ങൾ വന്ന വഴി നേരെ തിരിച്ചൊക്കെ പോയി അങ്ങനെ ഇങ്ങനെയൊക്കെ കണ്ടുപിടിച്ചൊരു ടേണിങ് ഉണ്ടായിരുന്നു ലെഫ്റ്റ് സൈഡിലേക്കായിട്ട്. ഞങ്ങൾക്കത് മനസ്സിലാവേ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ അമ്പലം ഇങ്ങനെ ഓരോന്നൊക്കെ വെച്ച് കണ്ടുപിടിച്ച് എത്തിയ അവസാനം ഇതാണ് പൊക്കളങ്കര പാലം. ഇതിറങ്ങി ചെന്നിട്ടാണ് നമ്മുടെ മെമ്മയുടെ വീടുള്ളത്. മെമ്മയുടെ വീടിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടിൽ പുഴയും ബാക്കിൽ കടലും ആട്ടോ. അപ്പോൾ ഇതിൻ്റെ നടുക്കാണ് മെമ്മയുടെ ഒരു സ്ഥലം വരുന്നത്, വീട് വരുന്നത്. അപ്പോൾ നല്ല അസ്തമയം നടക്കുന്നൊരു സമയമായിരുന്നു. ഇവിടെ എത്തിയിട്ട് കാണുന്നൊക്കെ ഉണ്ടായിരുന്നു വണ്ടി ഇറങ്ങിയിട്ട്. പക്ഷേ ഇങ്ങനെ നമ്മുടെ പിള്ളേർ എന്താ പറയുക ശരിയല്ല. അവരെയും കൊണ്ട് ഇപ്പോൾ കടപ്പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എന്തായാലും കയറില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഓൾറെഡി നേരം വൈകിട്ടാണ് മെമ്മയുടെ വീട്ടിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴേക്കും മേമ കാത്ത് നിൽക്കായിരുന്നു. പിള്ളേരെ കണ്ടിട്ട് കുറേ നാളെ മാം എനിക്ക് തോന്നുന്നു 1-2 മാസമായിട്ടെന്ന് തോന്നുന്നുണ്ട് വീട്ടിലേക്ക് വന്നത്. ഞാൻ കഴിയുമ്പോഴത്തേക്ക്, അതായത് എൻ്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോഴാണ് മാം അങ്ങോട്ടേക്ക് വന്നിട്ടൊക്കെ കാണാറുള്ളത്. അപ്പോൾ എന്തായാലും മാമനെയും പാപ്പനെയും പിള്ളേരെ കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. വേണ്ട വേണ്ട വേണ്ടടാ, അവന് ഊരിട്ടുണ്ട് ചോദിച്ചിട്ട് ഓതിപ്പോയി. ആണോ? കയമ്പൻ വേനിക്കണോ? ഞങ്ങളിവിടെ എത്തിയപ്പോഴേക്കും രാത്രി കൂരാക്കൂരിട്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പം നിൽച്ചേട്ടൻ ചീത്ത പറയുന്നതാണ് എവിടേക്കെങ്കിലും പോകുമ്പോൾ നേരത്തെ ഇറങ്ങണമെന്ന് പറയുന്നത്. കാരണം നമുക്ക് കുറച്ച് ട്രാവൽ ചെയ്യാൻ സമയം വേണം. അത് കഴിഞ്ഞ് ഇവിടെ എത്തുമ്പോഴേക്ക് ഈ ഒരു സമയമായിട്ടുണ്ടെങ്കിൽ ആൾക്കാരെ കണ്ട് സംസാരിക്കുമ്പോഴേക്കും നേരെ വീട്ടിലേക്ക് പോകേണ്ടി വരുന്നൊക്കെ പറഞ്ഞിട്ട് ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അമ്മ ഭയങ്കര ഉഷാറാണ്. ഇവിടെ എത്തിയപ്പോൾ മൂപ്പർക്ക് നടക്കാൻ ഒരു പ്രശ്നവുമില്ല. മേമനെ കണ്ട സന്തോഷത്തിലാണ് കേട്ടോ. അപ്പോൾ ഇതാണ് മേമരെ വീട്ടിൽ വളർത്തുന്ന കറമ്പം പൂച്ച, അതായത് കരിപ്പിടി പോലത്തെ ഒരു പൂച്ചയാണ് ഗൈസ്. എന്ത് കണ്ടിട്ടാണ് മേമ ഇതിനെ വളർത്തുന്നത് എനിക്കറിയില്ല. എനിക്ക് അതിനെ കാണുമ്പോൾ എനിക്ക് എപ്പോഴും ഭയങ്കര പേടി. അതായത് കണ്ണ് മാത്രം ഇട്ട് മഞ്ഞ, ബാക്കി എല്ലായിടത്തും കറുപ്പാണ്. നമ്മൾക്ക് ആദ്യം പറയില്ലേ കോക്കാച്ചി എന്നൊക്കെ പറയില്ലേ നമ്മൾ കറുത്ത പൂച്ചനൊക്കെ കാണുമ്പോൾ. ഞാൻ അവിടെ ചെന്ന് കയറി നേരെ ടേബിളിൽ നോക്കിയപ്പോൾ ഒരു കാസറോൾ ഇരിക്കണം. അതിലാണെങ്കിൽ കുറേ മീൻ വറുത്ത് വെച്ചിട്ടുണ്ട്. മേമ ചാള മീൻ വറുത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു പാത്രത്തിലാക്കി ചെമ്മീനും വറുത്ത് വെച്ചിട്ടുണ്ട്. ചെമ്മീൻ പാപ്പൻ പുഴയെന്ന് പിടിച്ചതാണ് കേട്ടോ. അപ്പോൾ ചെമ്മീൻ ഏകദേശം കാലിയാക്കി. പിന്നെ 2 കഷ്ണം മാത്രം നമ്മൾ വിഷ്ണുവിന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചാളയാണെങ്കിൽ ഒരുപാടുണ്ടായിരുന്നു. നമ്മുടേതാണത് ഓൾറെഡി കട്ടത് അല്ലത് വാങ്ങിച്ചതാണോ എന്നോട് ചോദിച്ചത്. ഞങ്ങൾ വീട്ടിലുണ്ടാക്കുന്നത് മാത്രമേ കഴിക്കൂ. മനസ്സിലായി. അതിലൊക്കെ തപ്പി വെക്കുന്നു. എങ്ങനെയുണ്ട് ആ ഡയലോഗ്? പൊളിച്ചില്ലേ? മേമ ഞങ്ങളും എപ്പോഴും ഇങ്ങനെയാണ് കേട്ടോ. ഞങ്ങൾ പിള്ളേരോട് മേമ ഇങ്ങനെയൊക്കെ സംസാരിക്കുക, രസമാണ്, വൈബാണ് ഞങ്ങൾ. അപ്പോൾ ഇത് മേമയുടെ വീട്ടിലുണ്ടായതാണ്. നല്ല മധുരമായിട്ട് അങ്ങനെ വലിയ പപ്പക്കായായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ശരിക്കും നമുക്ക് ഐസ്ക്രീമൊക്കെ ഇങ്ങനെ കോരി കഴിക്കുന്ന പോലത്തെ ഒരു ഫീലായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ആവശ്യത്തിന് കഴിച്ചിട്ടുണ്ടെങ്കിൽ ചേട്ടനാണെങ്കിൽ ഉച്ചയ്ക്ക് മട്ടൻ കൂട്ടി നല്ല തട്ടിട്ടുള്ളതുകൊണ്ട് അധികം വിശപ്പില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഏകദേശം ഇത്രത്തോളം ആക്കിയിട്ട് അപ്പം മേമ പറഞ്ഞു ഇനി ഉണ്ടടി അതിപ്പോൾ കുറേ നിൽക്കുന്നുണ്ട്, നിനക്ക് പോകുമ്പോൾ എന്തായാലും കൊണ്ടുപോകാൻ തരാമെന്ന്. പക്ഷെ പച്ചപ്പക്കായ എനിക്കിഷ്ടമല്ല, കറി വെച്ചതൊന്നും അല്ലെങ്കിൽ വളർത്തിയതൊന്നും. എനിക്ക് പഴുത്തത് ഇപ്പോഴായപ്പോൾ ഇഷ്ടമാണ്. ആദ്യമൊന്നും കഴിക്കില്ലായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് ഇത്രയും പഴുപ്പാവണേക്കാൾ ഇഷ്ടം കുറച്ച് കടിക്കിടെ ഒരു പാകം വരില്ലേ, കടിച്ച് തിന്നേണ്ടത്, അത് കുറച്ചുകൂടി ഇഷ്ടമാണ് കേട്ടോ. ഈശലുണ്ട് കേട്ടാ. അപ്പാപ്പടക്ക് ഈശയിലേ മിഠായി ഇരിക്കുന്നുണ്ട് കേട്ടാ. മിഠായി താ. ആ പോക്കറ്റില് നോക്ക്, പോക്കറ്റില് നോക്കിയേ. അല്ലോ 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 അച്ചാച്ചാ, അച്ചാച്ചാ. അപ്പോഴേക്കും മേമ കട്ടനൊക്കെ വെച്ചു. ഇവർക്ക് തിന്നാൻ ബോംബെ മിച്ചറൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുറത്തിരുന്ന് ഞങ്ങൾ ചായ കുടിക്കുകയാണ്. ഇവരാണെങ്കിൽ ഇവിടെ എത്തിയപ്പോൾ ഭയങ്കര ആക്റ്റീവായിട്ടുണ്ട്. കാരണം ഉറങ്ങി എണീറ്റിട്ടുള്ള നല്ലൊരു മൂഡിലിരിക്കുകയാണ്. മേമയുടെ അടുത്തും പാപ്പൻ്റെ ഒക്കെ എടുത്ത് പോയിട്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം പിള്ളേർ ഈ പറഞ്ഞ പോലെ മറ്റുള്ളവരുടെ അടുത്ത് നന്നായി നിൽക്കുമ്പോൾ നമ്മൾ ഹാപ്പിയാണ്. അതേപോലെ തന്നെ അവരും ഭയങ്കര ഹാപ്പിയാണ് ഇവരെ കളിയും ചിരിയൊക്കെ കണ്ടിട്ട്. പിന്നെ ഒരുപാട് നാളായി ഇങ്ങോട്ടേക്ക് വന്നിട്ട്. അപ്പോൾ പാപ്പനും മേമയ്ക്ക് ഈ പറഞ്ഞ പോലെ എന്തൊക്കെയാണ് തരേണ്ടതെന്നില്ല. ഈ ബക്കറ്റിലാണ് ഈ കറുമുറൊക്കെ ഇട്ട് വെച്ചിട്ടുള്ളത്, കൊള്ളിവർത്തം സംഭവം അതൊക്കെ തുറന്ന് വെച്ചു കൊടുത്തു. അപ്പോൾ അതിൽ ഏറ്റവും ഇഷ്ടം ഈ മിച്ചറാണ്. ആ ഒരു പാക്കറ്റ് എടുത്തിട്ട് പോന്നിട്ടുണ്ട്. 2 പേർക്കും പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഇവിടുത്തെ എന്താ പറയുക കരിമ്പൂച്ചയാണ് കേട്ടോ ഗൈസ്. ഇത് എനിക്കറിയില്ല ഇത് എങ്ങനെ ഇവിടെ കിട്ടിയത് എനിക്കറിയില്ല. പക്ഷെ മേമയ്ക്കും പാപ്പനും ഭയങ്കര ഇഷ്ടമാണ്, ഇതിനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ഒരുപാട് ട്രൈ ചെയ്ത് നോക്കി ഒന്ന് വശീകരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അതിൻ്റെ മുതലാളിമാരല്ലാണ്ട് എൻ്റെ അടുത്തേക്കൊന്നും വരുമ്പോഴും ചെയ്തില്ല. എനിക്കിതിനെ കണ്ടും ഭയങ്കര പേടിയായി. ഞാൻ പണ്ട് തൊട്ട് എനിക്ക് ഈ കറുത്ത പൂച്ച അല്ലെങ്കിൽ ഭയങ്കര പേടിയാണ്.
കാര്യമാണ്. കോക്കാച്ചി അങ്ങനെയല്ല നമ്മൾ പറയുക, പ്രേതത്തിൻ്റെ പൂച്ചകളാണെന്നല്ലേ പറയുക. പക്ഷെ ഇത് ഭയങ്കര പാവാണെന്നാണ് പാപ്പൻ പറയുന്നത്. പാപ്പൻ്റെ കാൽക്കീഴിൽ ഇങ്ങനെ കിടന്ന് കളിച്ചോളും, അങ്ങനെ മെരുക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും ഞങ്ങൾ ഇറങ്ങാൻ നോക്കട്ടെ കേട്ടോ. കാരണം ഇനിയിപ്പോൾ പോണ വഴിക്കുന്ന മാമൻ്റെ വീട്ടിൽ കയറണം. ഇവിടെ വന്നിട്ട് അതിൽ കൂടെ പോകുമ്പോൾ എന്തായാലും ചുക്ക് ചോദിക്കും, വലിയമാമൊക്കെ ചോദിക്കും എന്തേ കയറാനും ചോദിക്കും. പിള്ളേരെയും കൊണ്ട് വരുമ്പോൾ എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ പിള്ളേരെ കാണാനാണ് ഇഷ്ടം. നമുക്ക് പിള്ളേരുണ്ടായപ്പോൾ നമ്മളെ വേണ്ട, പിള്ളേരെ കാണാനാണ് ഇഷ്ടം. പ്രത്യേകിച്ച് ട്വിൻസ് ആയതുകൊണ്ട് എന്താ പറയുക, എല്ലാവരും ഇപ്പോൾ വല്യമ്മയായാലും ആരെങ്കിലും വിളിക്കുമ്പോൾ കുറേ നാളായി പിള്ളേരെ കണ്ടിട്ട് അങ്ങനെ പറയട്ടെ. ഈ ഒരു സീൻ കണ്ടു ഗൈസ്, ഞാൻ ഇത്ര കൊല്ലത്തിനിടയ്ക്ക്, ഐ മീൻ ഇവരുണ്ടായതിന് ശേഷം 2.5 കൊല്ലത്തിനിടയ്ക്ക് ഇങ്ങനത്തെ ഒരു സീൻ ഞാൻ കണ്ടിട്ടില്ല. അതായത് അല്ലു അതിൻ്റെ തോളി പിടിച്ചിട്ട് ഭയങ്കര സ്നേഹത്തിലിരിക്കുക. ഞാനൊരു ഫോട്ടോ എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഭയങ്കര സ്നേഹത്തിൽ അവനെ പിടിച്ചിട്ട് പോസ് ചെയ്ത് തരാം. അതിനൊരു ആ ഒരു ഫീൽ ഉണ്ടായില്ല ആ സമയത്ത്. അല്ലെങ്കിൽ നല്ല ഫോട്ടോ കിട്ടിയില്ല. നിഖിൽ ചേട്ടൻ മാക്സിമം ട്രൈ ചെയ്ത്, പക്ഷെ ഷെയ്ക്കായിട്ടാണ്. അപ്പോൾ അതേ പോവാൻ നേരത്ത് പാപ്പൻ നാളികേരവും പപ്പക്കായൊക്കെ തന്ന് ഞങ്ങളെ സന്തോഷത്തോടെ പറഞ്ഞയച്ചു കേട്ടോ. ഇറങ്ങണ നേരത്തെ വിഷമമായി, മാം അടുത്ത ആഴ്ചയൊക്കെ വരാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മൾ എത്തിയിട്ടുള്ളത് എൻ്റെ വലിയമാമൻ്റെ വീട്ടിലാണ്. വാടാൻപള്ളി ഗണേശമംഗലം പടിഞ്ഞാറ് ഭാഗത്താണ് എത്തിയിട്ടുള്ളത്. ഇവിടെയാണെങ്കിൽ ഒത്തിരി പേരുണ്ട് കേട്ടോ. എൻ്റെ 3 മാമന്മാരെ വീടും അമ്മായിയുടെ വീടും അടുത്തടുത്ത് തന്നെയാണ്. അപ്പോൾ കുറേ പിള്ളേർ സെറ്റും അമ്മായിമാരൊക്കെ ഉണ്ട്. ഇവരെ കണ്ടപ്പോഴേക്കും നമ്മുടെ പിള്ളേർ എടുത്ത് ചാടി. എനിക്കത് അതിശയമായത്, അല്ലെങ്കിൽ ആരടുത്തൊന്നും പെട്ടെന്ന് പോവാത്തത്. ഭയങ്കര മൂഡിലായിരുന്നു. ഇതാണ് എൻ്റെ വലിയമ്മാമ. വലിയമ്മാമയ്ക്കാണെങ്കിൽ അനിയത്തിനെ കണ്ടിട്ടുള്ളൊരു സന്തോഷത്തിലാണ്, അനിയത്തിക്കാണെങ്കിൽ ചേച്ചിയെ കണ്ട സന്തോഷത്തിലാണ്. പിന്നെ എന്താ അയിനൂസൊക്കെ ഇരിക്കുന്ന കണ്ടില്ല, എല്ലുക്കുട്ടനൊക്കെ. അതിന് പിന്നെ ആരുടെയെങ്കിലും എടുത്ത് പോവായിരുന്നു. ഞാൻ പറഞ്ഞു ഇന്നലെ വരുന്നുണ്ട് വായോ ചോദിച്ചു. കിസ് കൊടുത്തേ അല്ലോ, അമ്മാക്കും കൊടുത്തേ. അവളെ അവിടെ നിന്നോട് ഈ പറയുന്നുണ്ടായിരുന്നു നീ മിഠായി കൊടുക്കും മിഠായി കൊടുക്കും. കോയമ്പത്തൂര് ഉണ്ട്, പക്ഷെ അതിനേക്കാളും കുറച്ചും കൂടിയും അഡ്വാൻസ്ഡ് ട്രീറ്റ്മെന്റ് എല്ലാം ഉള്ളത് ഇവിടെ. ഇതാണ് അവരുടെ ഫസ്റ്റത്തെ റിസർച്ച് സെന്റർ മല്ലാനോട്. വിളിക്കണേ മുത്തിയമ്മ വിളിക്കണ നോക്കിട്ടെ. വെട്ടി 2 പ്രാവശ്യം പിന്നത്തെ വെട്ടി കഴിഞ്ഞ് ശരിക്കും ചായ കുടിച്ചമ്മായി. ആ പാൽ ചായ വെച്ച കുടിക്കാം. എവിടെന്നാ സാലിലൂടെ കേറി നമ്മുടെ പിള്ളേർ സെറ്റ് ആണെങ്കിൽ നമ്മുടെ പെരിങ്ങോട്ടേരയിൽ ഒരു ഗാനമേള എങ്ങനെ കൺസെൻ്റ് ആയതോ ഒരു സംഭവം. എൻ്റെ ഇംഗ്ലീഷ് വാക്ക് എനിക്കറിയില്ല. അത് കാണാൻ പോകാൻ നിൽക്കുകയായിരുന്നു. ഞങ്ങൾ വന്നിട്ട് അവരെ പോക്ക് ജസ്റ്റ് ഒന്ന് ഡിലേ ആയിട്ടുണ്ട്. അല്ലുലായിരുന്നോട്ടെ ഏറ്റവും പവർ, ഭയങ്കര പവറിലാണ്. എന്തൊക്കെ കാണിച്ചു വിട്ടുണ്ടെന്ന് കുട്ടിക്ക് തന്നെ അറിയില്ല. അപ്പം ഇത് നമ്മുടെ കാശിക്കൂട്ടൻ്റെ ഡ്രസ്സായിട്ട് ഇട്ടിട്ടുള്ളത്. അപ്പം അത് ഇട്ടപ്പോൾ ഒന്നും കൂടി പവറായി. രാത്തൊരു ഡ്രസ്സ് ഇട്ടപ്പോൾ എന്താ ചുക്കുമാമനെ എന്തൊക്കെ കാണിച്ചിട്ടാണ് പവർ കാണിക്കുന്നത്. അതായത് നിലത്ത് നിൽക്കാൻ പറ്റണില്ല കുട്ടിക്ക്. ഞാനിതൊക്കെ കണ്ടിട്ട് ആസ്വദിക്കുക. കാരണം ഇവരെ ചില ഇങ്ങനത്തെ ഉള്ള ഓരോ സംഭവങ്ങൾ ആദ്യമായിട്ട് കാണുമ്പോൾ നമുക്കൊരു അതിശയല്ല. പിന്നെ എന്താ പറയുക, ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞാനും ഭയങ്കര ഹാപ്പി ആയിട്ട് ഇതൊക്കെ കണ്ടിട്ട്. അല്ലട്ടാ ഫ്രിഡ്ജിൻ്റെ ഇവിടെ കേട്ടാ അല്ല മണി നന്നായി എപ്പോ അമ്മമ്മ വിളിച്ച പൊന്നോ. അല്ലോ അല്ലോ അമ്മമ്മ വിളിച്ചേ. ഇത് വേറെ എൻ്റെ വേറൊരു മാമൻ്റെ മോളാട്ടോ. അപ്പോൾ ഇവരൊന്നിച്ചാണ് ആ ഗാനമേള കാണാൻ ഗാനമേള എന്നല്ല പറയുക, എനിക്കറിയില്ല, കണ്ടന്റ് എന്താണ് സംഭവം. അപ്പോൾ അത് കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ചെക്കന്മാരൊക്കെ പുറത്ത് ഇരിപ്പായിട്ടുണ്ട്, മിഠായി കെട്ടി ഭയങ്കര ഹാപ്പിയിലാണ്. ഇത് ചുക്കു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എൻ്റെ കുറേ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ടീച്ചർ അങ്ങനെയൊക്കെ ആയിട്ട് രസമാണ് കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ വീട്ടിലൊക്കെ വന്നിട്ട് ചെറിയൊരു ബോറടിയിലൊക്കെ ആയിരുന്നു. കാരണം അഞ്ചു ചേച്ചി വീട്ടിൽ പോയിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് ബോറടിക്കും. കാരണം പിള്ളേരെ അമ്മ നോക്കും.
എടുക്കും. പിന്നെ എനിക്ക് ഭയങ്കര ബോറടിയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷെ നമ്മുടെ പണിക്കാട്ടിലാണെങ്കിൽ ബോറടിക്കാനുള്ള സമയം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇത് ഇവിടുത്തെ എന്താ പറയുക സ്പെഷ്യൽ ഐറ്റമാണ്. വേറെ സംഭവങ്ങളൊന്നും ഇല്ല, അൽക്കുരുത്ത സാധനങ്ങളൊന്നും ഇല്ലെങ്കിൽ അമ്മായി പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. മുട്ട കുക്കറിലിട്ട് അങ്ങോട്ട് വിസിലടിച്ചിട്ട് അതങ്ങോട്ട് ഒറ്റ വിസിലാകുമ്പോഴേക്ക് എടുത്ത് നമ്മുടെ ഉപ്പും കുരുമുളകും ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് എന്താ പറയുക പരട്ടിരി അങ്ങ് തരും. അപ്പം കഴിക്കുന്ന ടേസ്റ്റ് വേറെ ഒന്നാണ് കേട്ടോ. മിക്കി ഞാനേ പറഞ്ഞിട്ടില്ലേ ഇവിടെ വരുമ്പോള് മുട്ട പുഴുങ്ങിയിട്ട് കുരുമുളക് ഞാൻ പറ ഓർക്കണ്ട, സത്യം പറ ഓർമ്മയില്ല ഞാൻ പറഞ്ഞത് ഇല്ലേ? അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ചായ കുടിച്ചു. ഇവിടുന്ന് എന്തായാലും ചായ കുടിക്കാണ്ട് പോകാൻ പറ്റില്ല, ഫുഡ് കഴിക്കാണ്ട് പോകണ്ടെന്ന് പറഞ്ഞ് നിൽക്കായിരുന്നു. ഞങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്താ പറയുക എസ്കേപ്പ് ആയതാണ്. അപ്പം എന്തായാലും ഇവിടുന്ന് ഇറങ്ങട്ടെ. ഇവിടുന്ന് ഇറങ്ങുമ്പോൾ ഇതേപോലെ എല്ലാവരും ഉണ്ടാവും നമ്മളോട് ടാറ്റ ബൈ ബൈ പറയാൻ വേണ്ടിയിട്ട്. ഇത് നമ്മൾ നേരെ വീട്ടിൽ പോയിട്ട് ഇതേ ഭക്ഷണം കഴിക്കാതിരിക്കുകയാണ്. നമ്മുടെ ഉച്ചക്കലത്തെ മട്ടൻ്റെ ബാക്കി ഇരിക്കുന്നുണ്ട്. വരുന്ന വഴി ഞങ്ങളൊരു പാക്കറ്റ് ചപ്പാത്തി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ പൊറോട്ടയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിഖിൽചേട്ടൻ പൊറോട്ട മതി എന്ന് പറഞ്ഞിട്ട് നിഖിൽചേട്ടൻ പൊറോട്ടയിൽ നിന്ന് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയേക്കാളും ടേസ്റ്റ് ആയിരുന്നു വൈകുന്നേരത്തേക്ക് മട്ടൻ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇപ്പോഴായി പിന്നെയാണ് മട്ടൻ കൂടുതൽ ഇഷ്ടമായി തുടങ്ങിയത്. ആദ്യമൊന്നും മട്ടൻ കഴിക്കില്ലായിരുന്നു, പക്ഷെ ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം നമ്മൾ വല്ലപ്പോഴാണ് മട്ടൻ വാങ്ങിക്കാറ്. ഞാൻ എപ്പോഴും ചിക്കൻ വാങ്ങിക്കും, എപ്പോഴെങ്കിലും ബീഫ് വാങ്ങിക്കും, ചിക്കനാണ് കൂടുതൽ വാങ്ങിക്കാറുള്ളത്. അപ്പോൾ എന്തായാലും അതിൻ്റെ മസാല ഒക്കെ എടുത്ത് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും അമ്മേരെ മട്ടൻ കറി എനിക്ക് ഒത്തിരി ഇഷ്ടമായി ഗൈസ്. നിങ്ങൾ വീട്ടിലിങ്ങനെ മട്ടൻ ഉണ്ടാക്കാറുണ്ട് ഇടയ്ക്ക്? അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. ചെന്നിട്ട് കുറേ വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല, കാരണം അവിടെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ മറന്നു പോകും വീഡിയോ എടുക്കേണ്ട കേസ്. കാരണം അവരെ ഇടയിൽ ഇങ്ങനെ അലിഞ്ഞ് ചേരും നമ്മൾ. അപ്പോൾ നല്ലൊരു ദിവസമായിരുന്നു, നല്ലൊരു ദിവസമല്ല നല്ലൊരു ഈവനിങ് ആയിരുന്നു. എല്ലാവരെയും കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. പിള്ളേരെ കണ്ടപ്പോൾ അവർക്കും ഭയങ്കര സന്തോഷമായി, കാരണം നമ്മളെക്കാളും കൂടുതൽ അവർക്ക് കാണുന്നത് നമ്മുടെ പിള്ളേരെയാണ്. നമ്മളിന്നിപ്പോൾ വേണ്ട അമ്മമാർക്കായാലും വലിയമാർക്കായാലും അമ്മായിമാർക്കായാലും അവരെയാണ് വേണ്ടത്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.